ഹലോ, നമസ്കാരം. ട്രാവൽ നോട്ട്സ് ബൈ വിദ്യയുടെ പുതിയ യാത്രാവിവരണത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മുതൽ ഒറ്റപ്പാലം വരെ നീണ്ടു കിടക്കുന്ന ഒരു കാർ യാത്രയുടെ കഥയാണ് പുതിയ റോഡ് ട്രിപ്പ് സ്റ്റോറി. ഞങ്ങൾ വീട്ടിലെ കാറ് ഒരു ഡ്രൈവർ ചേട്ടൻ്റെ കയ്യിൽ ഒറ്റപ്പാലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കൊടുത്തു വിട്ടു. അദ്ദേഹം അന്ന് രാവിലെ പോയി വൈകിട്ട് തിരുവനന്തപുരത്തെത്തി അന്ന് അവിടെ സ്റ്റേ ചെയ്തു. ഞങ്ങൾ അന്ന് വൈകിട്ട് എടുത്ത അമൃത എക്സ്പ്രസ്സിൽ ഒറ്റപ്പാലത്ത് നിന്നും കയറി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പിറ്റേ ദിവസം രാവിലെ താക്കോലും കാറും മേടിച്ചു. അദ്ദേഹം തിരിച്ചു പോന്നു ട്രെയിനിൽ. ഞങ്ങൾ അവിടെ നിന്ന് തിരുവനന്തപുരം തൊട്ടിട്ട് എൻ്റെ വീടായ ഒറ്റപ്പാലത്തുള്ള എൻ്റെ വീട്ടിലേക്ക് കാറിൽ വന്ന യാത്രയാണ് ഈ കഥ. കാറിൽ നേരിട്ട് വരികയല്ല ചെയ്ത് പല സ്ഥലത്ത് കൂടെയും പോയി ആണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. 4 ദിവസത്തെ യാത്രയായിരുന്നു അത്. 600 കിലോമീറ്ററാണ് അന്നത്തെ ആ ഒരു ഡ്രൈവിലുണ്ടായത്. അപ്പോൾ ഒരു വ്യത്യസ്തമായ യാത്രയായിട്ട് എനിക്ക് തോന്നി. നല്ല അനുഭവമായിരുന്നു. അത് പങ്കുവയ്ക്കാനാണ് ഈ പുതിയ യാത്രാ വിവരണം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യം തന്നെ പോയത് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിലാണ്. അവിടെ നിന്നും പിന്നീട് പോയത് വിഴിഞ്ഞം പോർട്ട് കാണാൻ. വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പിന്നെ അടുത്തതായിട്ട് പോയത് അഴിമല ടെമ്പിൾ കാണാനായിരുന്നു. അഴിമല ടെമ്പിളിൽ നിന്നും അന്ന് വൈകുന്നേരം ഞങ്ങൾ വർക്കലയിലെത്തി. അന്ന് അവിടെയാണ് സ്റ്റേ ചെയ്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് വർക്കലയിൽ നിന്നും ജഡായു പാർക്കിലേക്ക് പോയി. ചടയമംഗലത്തുള്ള ജഡായു പാർക്ക്, അത് കൊല്ലം ജില്ലയാണ്. അവിടെ നിന്നും പത്തനംതിട്ടയിലുള്ള എക്കോ ടൂറിസം പദ്ധതിയായ അടവി എക്കോ ടൂറിസത്തിലേക്ക് പോയി. അടവി എക്കോ ടൂറിസത്തിൽ നിന്നും നമ്മൾ അടുത്തതായി പോയത് കോന്നി എലിഫൻറ്റ് ഷെൽട്ടർ കാണാനായിരുന്നു. കോന്നി എലിഫൻറ്റ് ഷെൽട്ടർ കണ്ട ശേഷം പിന്നീട് പോയത് പാഞ്ചാലിമേട് കാണാനായിരുന്നു ഇടുക്കി ജില്ലയിൽ. ഇടുക്കി ജില്ലയിലുള്ള അടുത്തൊരു ഡെസ്റ്റിനേഷനായിരുന്നു പൈൻ വാലി, വാഗമണ്ണടുത്ത്. എന്നിട്ട് വാഗമണ്ണും കണ്ട് തിരിച്ച് ഞങ്ങൾ കോട്ടയത്തേക്ക് എത്തി. കോട്ടയത്ത് നിന്ന് ചേർത്തലയിലേക്ക് പോയി, ആലപ്പുഴ ജില്ലയിൽ. കാരണം ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത് ചേർത്തലയിലായിരുന്നു. ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, അതുകൊണ്ട് ചേർത്തലയിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. അങ്ങനെ ചേർത്തലയിൽ നിന്ന് പിന്നെ രാവിലെ എണീറ്റ് റെഡിയായ ശേഷം ചേർത്തല കാർത്തിയായനി ടെമ്പിൾ കാണാൻ പോയി. അവിടെ നിന്നും പിന്നെ കുമരകത്ത് പോയി ബേർഡ് സാഞ്ചുറി കാണാൻ. പക്ഷേ ബേർഡ് സാഞ്ചുറി 6 മാസത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു മെയിൻ്റനൻസ് വർക്ക് കാരണം. അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ പോയി തിരിച്ചു പോന്നു. അപ്പോഴാണ് ഒരു ബോട്ടിംഗ് ഫെസിലിറ്റിയെ പറ്റി പറഞ്ഞത്. കുമരകം ബേർഡ് സാഞ്ചുറിയുടെ പുറത്തുകൂടെ ഉള്ളൊരു ബോട്ടിംഗ് ഫെസിലിറ്റിയെ പറ്റിയിട്ട്. അങ്ങനെ ആ ഫെസിലിറ്റി കിട്ടാൻ വേണ്ടി കുമരകത്തിൻ്റെ ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറി ഗ്രാമങ്ങളിലൂടെ പോയിട്ട് തിരിച്ചു വന്നു. വില്ലേജ് കാഴ്ച മതി എന്ന് പറഞ്ഞതിനാൽ ഗ്രാമങ്ങളിലൂടെ പോയി തിരിച്ചു പോന്നു. അവിടുന്ന് പിന്നെ ഇതേ മാതിരി ഉള്ള ഒരു ചെറിയ കായൽവരമ്പത്തുള്ള ഒരു കുടുംബശ്രീ പോലത്തെ ഒരു സ്ത്രീകളുടെ സംരംഭത്തിൽ നിന്നും നല്ല ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഹൈവേയിലൂടെ വന്ന് ചെല്ലാനം സീ വാക്ക് വേയിലെത്തി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെല്ലാനം സീ വാക്ക് വേയിൽ നിന്നും ഫോർട്ട് കൊച്ചി സിനഗോഗിലേക്ക് വന്നു. അവിടെ നിന്ന് ഫെറി പിടിച്ച് വൈപ്പിനിലേക്ക് വന്ന് വൈപ്പിനിൽ നിന്നും കൊടുങ്ങല്ലൂർ വന്ന് കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ വിസിറ്റ് ചെയ്തു. അവിടെ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനായ തൃശ്ശൂർക്ക് വന്ന് തൃശ്ശൂരിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ എൻ്റെ വീടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ 4-ാം ദിവസം രാത്രി വീട്ടിലേക്ക് എത്തി. ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു 5 ജോഡി ഡ്രസ്സ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് സെറ്റാക്കിയാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നൈറ്റ് വെയർ 2 ജോഡിയും, പിന്നെ വാട്ടർ കൊണ്ടുവരുന്നത് നമ്മുടെ വലിയ കുപ്പിയില്ലേ, ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ, അതിൽ കൊണ്ടുവരുന്നത്. അതിൽ വാട്ടർ ഡിസ്പെൻസർ വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ വെള്ളം ഒരു 4 കുപ്പിയിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 ആളായിരുന്നു, അപ്പോൾ 4 കുപ്പിയിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. റൂംസ് എടുത്തത് ഒന്ന് ഐശ്വര്യയിലാണ് തിരുവനന്തപുരത്ത്. പിന്നെ 2-ാമത്തെ ദിവസം വർക്കലയിൽ, അന്ന് ദിവസം തന്നെ വൈകുന്നേരം വർക്കലയിൽ സ്റ്റേ ചെയ്തത് രജനാസ് ബ്ലാക്ക് ബീച്ച് റിസോർട്ടിൽ. റാന്നിയിൽ സ്റ്റേ ചെയ്ത് റാന്നി ഗേറ്റ് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു. പിന്നെ 4-ാമത്തെ ദിവസം സ്റ്റേ ചെയ്തത് 4-ാമത്തെ ദിവസം സ്റ്റേ ചെയ്തത് ഹോട്ടൽ കാർത്തിയായനിയിലാണ്, ചേർത്തലയിലുള്ള ഹോട്ടൽ കാർത്തിയായനി. ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്തത് വാഗമൺ തൊട്ടിട്ട് ചേർത്തല വരെയായിരുന്നു. അത് ഞങ്ങളുടെ പ്ലാനിൽ വന്നൊരു മാറ്റം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ ആക്ച്വലി വാഗമൺ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ വാഗമണിനെ പറ്റി കേട്ടപ്പോൾ പിന്നെ പോവാതിരിക്കാൻ തോന്നിയില്ല. കുറച്ച് ദൂരം നീണ്ട യാത്രയായിരുന്നു എല്ലാ ദിവസവും, എല്ലാ യാത്രകളും എല്ലാ ഡെസ്റ്റിനേഷൻസും തമ്മിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ സ്ട്രഗിളൊന്നും ഫീൽ ചെയ്തില്ല. ഹസ്ബൻഡിന് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഡ്രൈവ് ചെയ്യാൻ. ഞാൻ ഡ്രൈവ് ചെയ്തില്ല, ഹസ്ബൻഡ് തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. അങ്ങനെ ബ്രേക്ക് ജേണി ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. സാധാരണ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവാറുണ്ട്, ഇതിനത്ര ക്ഷീണം തോന്നിയില്ല.
ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരറ്റം തൊട്ട് മറ്റൊരറ്റം വരെ യാത്ര ചെയ്യുന്നത്. പക്ഷേ വളരെ ഹാപ്പിയായി ആ യാത്രയിൽ. കാരണം നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു. ആദ്യം കുറച്ച് ഭയന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു യാത്ര പറ്റുമോ, 2 കുട്ടികളെയും കൊണ്ട് പോകണം. അപ്പോൾ നമ്മൾ ഒരാൾ മാത്രമേ ഡ്രൈവ് ചെയ്യുള്ളൂ. കാരണം ഒരാൾ കുട്ടികളെ ശ്രദ്ധിക്കാനും റോഡ് മാപ്പ് ശ്രദ്ധിക്കാനൊക്കെ നിൽക്കണം. അതൊന്നും പക്ഷേ പ്രശ്നം ഉണ്ടായില്ല. എന്നുവെച്ചാൽ ചെറിയ ചെറിയ ഡിസ്റ്റൻസസ് ആണല്ലോ, ഓരോ ഡെസ്റ്റിനേഷൻ ടു ഡെസ്റ്റിനേഷൻ ചെറിയ ഡിസ്റ്റൻസ്, ചെറുതല്ല 100 കിലോമീറ്ററിന് താഴെ ഡിസ്റ്റൻസസ് ആയിരുന്നു. അങ്ങനെ അത് കംഫർട്ടബിളായി തോന്നി. ഇനിയും അങ്ങനത്തെ യാത്രകൾ ചെയ്യാനുള്ള പ്ലാനിലാണ്. പിന്നെ എല്ലാ ദിവസവും റൂം ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് രാവിലെ നമ്മൾ റെഡിയായി ബാഗൊക്കെ വണ്ടിക്കകത്ത് കയറ്റി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, ഒന്നുകൂടി ഫ്രഷ് ആവുക, പുറപ്പെടുക. അത് നല്ലൊരു കാര്യമായി തോന്നി. ഉച്ചയ്ക്ക് കഴിച്ചിരുന്നത് വീട്ടിലെ ഊണെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ചേച്ചിമാരൊക്കെ നടത്തുന്ന ഹോട്ടൽസ് ഉണ്ടാവുമല്ലോ, കുടുംബശ്രീ ചേച്ചിമാരോ അല്ലെങ്കിൽ ചേച്ചിമാർ സ്വന്തമായിട്ടൊക്കെ നടത്തുന്നത്, അതിലാണ് കഴിച്ചിരുന്നത്. അപ്പം നല്ല നാടൻ ഭക്ഷണമാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നീട് രാത്രി ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തന്നെയാണ് കഴിച്ചിരുന്നത്. അത് ഇത്തിരി എക്സ്പെൻസീവ് ആവും, ഒരു 1000 റുപ്പീസിൻ്റെ അടുത്ത് വരും നമുക്ക് ഓരോ ഡിന്നറും. പക്ഷേ വയറിനൊന്നും കേട് വന്നില്ല, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. എന്നാൽ നമ്മൾ ബുക്ക് ചെയ്ത റൂമുകളൊക്കെ നല്ലതായിരുന്നു. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഡിന്നർ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടി. റൂംസും അത്യാവശ്യം ഒരു 2500 3000 ഉള്ള റൂംസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ ബെഡ് എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തവണയാണ് മകൾക്കൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ച് ഈനോ വെള്ളത്തിൽ കലക്കി കൊടുത്തപ്പോൾ അത് മാറി. എനിക്കൊരു ഷോൾഡർ പെയിൻ ഉണ്ടായി, അതിങ്ങനെ ഇരുന്നതിൻ്റെ എന്തോ പ്രശ്നമോ എന്തോ ആയിട്ട്. അതും സിമ്പിളായിട്ട് ഒരു ഒബാമയിൽ തീർന്നു. പിന്നെ ഒരു അഴിമലയിൽ വെച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കടലപ്പരിപ്പ് പായസം കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചത് കൂടി പോയിട്ട് എന്തോ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയ വഴി യാത്ര തുടർന്നതുകൊണ്ട് എന്തോ ഒരു വൊമിറ്റിംഗ് ഫീൽ ചെയ്തിരുന്നു. അത് അങ്ങനെ വൊമിറ്റ് ചെയ്ത് പോയതോടുകൂടി ആ പ്രശ്നം സോൾവായി. അതാണ് ആകെ ഒരു സിക്നസ് നമുക്ക് യാത്രയിൽ ഉണ്ടായത്. പിന്നെ നല്ല ഭക്ഷണം കഴിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും, പിന്നെ വാഷ്റൂം സൗകര്യം കിട്ടണം. ഓരോ ഡെസ്റ്റിനേഷൻസിലും വാഷ്റൂം സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ യൂസ് ചെയ്തു. നമ്മൾ ഹെൽത്ത് വൈസ് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് വലിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ എൻ്റെ ഒരു ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ട്രാവൽ ഇൻട്രസ്റ്റ് പേഴ്സണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ട്രാവൽ എന്ന ഗിഫ്റ്റാണല്ലോ. അപ്പോൾ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. കാരണം നമുക്കിത് കേരളത്തിലെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കവർ ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ വരും. ഒരേപോലത്തെ ലൊക്കേഷൻസാണ് കവർ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ വലിയ അർത്ഥമില്ല. എൻ്റെ കുട്ടികൾക്കും എനിക്കും എൻ്റെ ഹസ്ബൻഡും കിട്ടാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആവണം ഈ യാത്ര എന്ന് എനിക്ക് നിർബന്ധം തോന്നി. അപ്പോൾ കടൽ കണ്ടാൽ പിന്നെ അടുത്ത് നമ്മൾ മല കാണണം, മല കണ്ടാൽ നമ്മളടുത്ത് സ്ട്രക്ചേഴ്സ് കാണണം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചകളായിരിക്കണം ഓരോ ഡെസ്റ്റിനേഷൻസ് എന്നാണ് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നത്. അത് ഒരു 99% സക്സസ് ആയിരുന്നു. അപ്പോൾ ആ 2 ആഴ്ചത്തെ സ്ട്രഗിള്, 2 ആഴ്ചത്തെ പ്രിപ്പറേഷൻ ടൈം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനൊരു വർക്കിംഗ് മദറാണ്. അപ്പോൾ നമുക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു ടൈമിലാണല്ലോ ചെയ്യണത്. അതൊക്കെ പക്ഷേ യൂസ്ഫുള്ളായി. പിന്നെ ഞാൻ കണ്ട മറ്റൊരു ഗുണമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സൗത്ത് കേരള, അതായത് ട്രിവാൻഡ്രം ടു തൃശ്ശൂർ വരെയുള്ള റോഡ്സ് വളരെ നല്ലതാണ്. ഞാൻ പോയ റോഡൊക്കെ വളരെ നല്ലതാണ്. ഇനി മറ്റു റോഡ്സിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ വീട് ഒറ്റപ്പാലം വരെ ഉള്ള ഒരു യാത്രയിൽ ഷൊർണൂർ വരെ കുഴപ്പമില്ല. ഷൊർണൂർ ടു കൊളപ്പുള്ളി എന്ന് റോഡുണ്ട്, അത് വളരെ മോശമായിരുന്നു. തൃശ്ശൂർ ടു ഷൊർണൂർ മോശമായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. പിന്നെ മോശമായിട്ടുള്ള റോഡുള്ളത് വൈപ്പിൻ വഴി നമ്മൾ തൃശ്ശൂർക്ക് വന്ന റോഡും മോശമല്ല, പക്ഷേ വീതി കമ്മിയായിരുന്നു. നല്ല തിരക്കും വീതി കമ്മി. ആക്ച്വലി ആ റോഡ് കുറച്ച് വീതി ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു യാത്ര കൂടെ നമുക്ക് പറ്റുമായിരുന്നു. കാരണം നമ്മൾ സ്ഥിരം സേലം ഹൈവേയിൽ വരുമ്പോൾ കാഴ്ചകൾ കമ്മിയാണ്. എന്നാൽ വൈപ്പിൻ ടു തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വഴിയാകുമ്പോൾ നല്ല കാഴ്ചകൾ കിട്ടുമായിരുന്നു. പക്ഷേ റോഡിൻ്റെ വീതി കുറവ് ഒരു ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ ഗൂഗിള് ചില സ്ഥലത്ത് ഷോർട്ട് റൂട്ട്സ് തന്നിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. പാഞ്ചാലിമേട്ടിക്ക് കയറുമ്പോഴൊക്കെ നമുക്ക് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ വഴി കറക്റ്റായിട്ട്. അപ്പം ഒരു സ്റ്റീപ്പായിട്ടുള്ള കയറ്റത്തിലൊക്കെയാണ് വണ്ടി പോയത്. കുറച്ച് സ്ട്രഗിളായി വണ്ടിക്ക്. പിന്നെ അത് വേറെ ഇഷ്യൂസ് ഉണ്ടായി, അതൊക്കെ ഞാൻ പിന്നീട് കഥയിൽ പറയാം. പക്ഷേ എങ്ങനെയോ എത്തിപ്പെട്ടു അവിടെ. പിന്നെ കേരളത്തിൽ വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടൂറിസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഈ യാത്രയിൽ കൂടുതൽ കണ്ടത് നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സിനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് പീപ്പിൾ, കന്നഡിഗാസ്, തമിലിയൻസ്, തെലുഗുവൈറ്റ്സ്, നോർത്തേൺ പീപ്പിൾ, രാജസ്ഥാനീസൊക്കെ എത്രയാണ് വന്നിരിക്കണമെന്ന് അറിയില്ല. അത്രയും രാജസ്ഥാനീസിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങൾ നോർത്തിൽ കുറേ കാലം ജോലി ചെയ്തുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് പെട്ടെന്ന് ആ ഭാഷയുടെ ബുദ്ധിമുട്ടില്ലാണ്ട് ഇടപഴകാൻ സാധിച്ചു, പരിചയപ്പെടാൻ സാധിച്ചു.
അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട് കാണാൻ മറ്റുള്ളവർ ഒരുപാട് പേര് വരുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ നാട്ടിൽ നല്ല ക്വാളിറ്റിയിൽ ടൂറിസം ഡെസ്റ്റിനേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണു എന്നുള്ളതും ഒരു സന്തോഷം തോന്നിയ വിഷയം തന്നെയാണ്. എത്ര കുറ്റം പറഞ്ഞാലും ആരൊക്കെ കുറ്റം പറഞ്ഞാലും ഞാൻ അതിന് സന്തുഷ്ടയായിട്ട് തോന്നി. ആസ് എ ട്രാവലർ ഐ എം ഹാപ്പി വിത്ത് ദ ഡെസ്റ്റിനേഷൻസ്. പിന്നെ ഒരു ടോട്ടൽ നമുക്കൊരു എക്സ്പെൻസ് വന്നത് ഒരു 35,000 ഉള്ളിലാണ്, ഇൻക്ലൂഡിങ് എവറിത്തിങ്, ടിക്കറ്റ്സ്, ഡീസൽ ചാർജ്, സ്റ്റേ എല്ലാം 4 ദിവസത്തെ യാത്രയ്ക്ക്. ഞങ്ങൾ AC ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് തത്കാലിൽ ഇവിടുന്ന് തിരുവനന്തപുരം വരെ, അത് ഒറ്റപ്പാലം തിരുവനന്തപുരം വരെ. അതടക്കമാണ് ഞാൻ പറഞ്ഞത് 35 to 40 ഉള്ളിലാണ് മാക്സിമം വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ കേരളത്തിൽ തന്നെ ഇത്രയും ഡിഫറെൻ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റി എന്നുള്ളത് വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഐ ആം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ജേണി. ഇനി നോർത്ത് കേരളയിലും കൂടെ ഒരു യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, കാസർഗോഡ് മുതൽ പാലക്കാട് വരെ. അതാണ് എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഈ കഥ ഡീറ്റെയിൽ ആയിട്ടാണ് ഇനിയുള്ള പാർട്ടുകളിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.